കുത്താമ്പുള്ളി മായന്നൂർ പാലത്തിൻ്റെയും റോഡിൻ്റെയും ഉദ്ഘാടനം മാർച്ച് 4 തീയതി വൈകിട്ട് 5 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കുമെന്ന് MLA UR പ്രദീപ് പറഞ്ഞു. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിക്കാനുള്ള ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യഭാമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി സ്വാഗതം പറഞ്ഞു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്, മറ്റു ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ആഗ്രഹം സഫലമായതിന്റെ നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. മായന്നൂർക്കാർക്കും അതുപോലെ തന്നെ കുത്താമ്പുള്ളിക്കാർക്കും തിരുവില്ലാമല പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വളരെ പ്രയോജനകരവും അതുപോലെ തന്നെ നമുക്കറിയാം ഏറെ സൗകര്യപ്രദവുമായ രീതിയിൽ ആണ് ഈ പാലത്തിന്റെ നിർമ്മാണത്തോടുകൂടെ സാധ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ 2 ഗ്രാമപഞ്ചായത്തിലെയും ആളുകൾക്ക് ഇതിന്റെ എല്ലാവിധ ഗുണങ്ങളും ലഭിക്കും. അതിനുവേണ്ടി ഒട്ടേറെ കാലമായി ഒരു പാലം മായന്നൂരിനെയും കുത്താമ്പുള്ളിയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണമെന്നത് 2 നാട്ടുകാരുടെയും ആവശ്യമായിരുന്നു. അതിനുവേണ്ടി നമ്മുടെ വേദിയിലുള്ള ബഹുമാന്യനായ MLA ശ്രീ UR പ്രദീപും അതുപോലെ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ മുൻ MLAയും മന്ത്രിയുമായി ശ്രീ K. രാധാകൃഷ്ണന്റെയും നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് മനോഹരമായ രീതിയിൽ ഇവിടെ ഈ കാണുന്ന പാലം നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു 2 പ്രദേശത്തെ 2 കരയും ഒറ്റിപ്പിക്കുന്ന രീതിയിലുള്ള നല്ലൊരു മനോഹരമായ പാലം, ഒറ്റപ്പാലവും അതുപോലെ മറ്റു പ്രദേശങ്ങൾക്ക് എത്തിപ്പെടാൻ, പ്രത്യേകിച്ച് റെയിൽവേ ഗേറ്റ്, അപ്പുറത്ത് തിരുവില്ലാമലയുള്ള റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി ഒറ്റപ്പാലത്തേക്ക് എത്രയും വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണ് ഈ പാലം. ആ ആവശ്യം അനുസരിച്ച് അന്ന് 2016-17 ഗവൺമെന്റ് വന്ന ശേഷം വികസനത്തിന് സർക്കാർ ഫണ്ട് പുറമെ കിഫ്ബി എന്നൊരു സംവിധാനം കരാർ ഒപ്പുവെക്കുകയും അതനുസരിച്ച് കേരളത്തിൽ ഒട്ടേറെ പാലവും റോഡും പുതിയ കെട്ടിടങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ തുടക്കം കുറിക്കാൻ കഴിയും. ആ കൂട്ടത്തിൽ നാം മണ്ഡലത്തിൽ കൊടുത്ത പദ്ധതികളാണ് കൊണ്ടാഴി കുത്താമ്പള്ളി റോഡ് പാലവും, ഒപ്പം നമ്മുടെ ചേലക്കര ബൈപ്പാസും കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലവും പട്ടാമ്പിയും തൃശ്ശൂർ ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഇതാണ് ഈ സമയത്ത് 3 കൂടെ ഒരുമിച്ച് കൊടുത്തത്. 3നും അനുവദിച്ചു കിട്ടുകയും മറ്റു പദ്ധതികൾ 2ഉം അല്പം കാലതാമസം വന്നിട്ടുണ്ട്. അതിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ചേലക്കര ബൈപ്പാസും കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലവും. കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം റെയിൽവേയുമായി ബന്ധപ്പെട്ട് അടിപ്പാതയുടെ റെയിൽവേയുടെ അടിക്കൂടെ ഉള്ള പാതയും കൂടെ വരണം എന്നതുകൊണ്ട് ഏകദേശം അന്ന് 15 കോടി രൂപയാണ് കെട്ടിവെക്കണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അവർ ആവർത്തിച്ച് വീണ്ടും പറഞ്ഞൊരു എസ്റ്റിമേറ്റ് റിവിഷൻ വന്നിട്ടുണ്ട്. ഈ ഭൂമി ഏറ്റെടുക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിലായപ്പോൾ വീണ്ടും മാറ്റേണ്ട വീണ്ടും ചെറിയ എസ്റ്റിമേറ്റ് റിവിഷൻ വരും എന്നറിയിച്ചു. അതായത് കിഫ്ബി എന്നൊരു സംവിധാനം ഒരു പദ്ധതിക്ക് ആവശ്യമായ ആദ്യം മുതൽ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ പകുതി വഴിയിൽ നിൽക്കാത്ത രീതിയിലാണ് അവരുടെ പരിശോധന. അതനുസരിച്ച് ഭൂമി ഏറ്റെടുക്കലും എല്ലാമായി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മാത്രമാണത് പദ്ധതി തുടക്കം കുറിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് കുത്താമ്പള്ളി മായന്നൂർ പാലത്തിന് അത്തരത്തിലുള്ള ഒരു തടസ്സങ്ങൾ വലിയ തോതിൽ ഉണ്ടായിരിക്കും. ഭൂമി സഹകരിക്കേണ്ട ഏർപ്പാടുകൾ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വേഗത്തിൽ ആയി കിട്ടി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ പദ്ധതി അല്പം കാലതാമസം